നമസ്കാരം കൂട്ടുകാരെ, ദീപ്തീസ് ലിറ്റിൽ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കൊഴുക്കട്ടയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് ഒരേ സമയം പ്രഭാത ഭക്ഷണമായിട്ടും അതുപോലെ തന്നെ ഈവനിങ് സ്നാക്കായിട്ടും കഴിക്കാവുന്നതാണ്. വളരെ ഹെൽത്തി ആയിട്ട് ആവിയിൽ പുഴുങ്ങിയെടുക്കുന്ന ഒന്നാണ് ഈ കൊഴുക്കട്ട. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ഈ കൊഴുക്കട്ട ഒരു കപ്പ് അരിപ്പൊടിയിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് അരിപ്പൊടിയിൽ 1.5 കപ്പ് വെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. ഇത് നന്നായി കട്ടയൊക്കെ ഉടച്ചതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ കട്ടകളൊക്കെ ഉടച്ചിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഇതൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറുക്കിയെടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അതുകൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി നമുക്ക് യോജിപ്പിച്ച് എടുക്കണം. ഇത് നന്നായിട്ട് വറ്റി കുറുകി വരുന്നത് വരെ ഇളക്കി യോജിപ്പിക്കാം. ഈ വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യ് ചേർത്ത് കൊടുത്താലും നല്ല രുചിയായിരിക്കും. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ചൂടാക്കി എടുക്കാൻ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കട്ട കുത്തും. അത് മാത്രമല്ല ഉള്ളിൽ നന്നായിട്ട് വെന്ത് കിട്ടുമില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ പതുക്കെ വെള്ളമൊക്കെ വറ്റിയിട്ട് ഇത് കുറുകി വരുന്നത് കാണാം. നന്നായിട്ട് കുറുക്കിയെടുക്കണം. നമ്മുടെ ഈ പാത്രത്തിൽ നിന്നും ജലാംശം മുഴുവൻ വറ്റി ഇത് വിട്ട് കിട്ടുന്നത് വരെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ ജലാംശമൊക്കെ വറ്റിയിട്ട് നന്നായിട്ട് കുറുകി വരുന്നത് കാണുന്നുണ്ട്. ഒന്നും കൂടി വെള്ളമൊക്കെ ഒന്ന് വറ്റണം. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതിലെ ജലാംശമെല്ലാം ശരിക്ക് വറ്റിയിട്ടുണ്ട്. ഇങ്ങനെ നന്നായിട്ട് മാവ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. കൊഴുക്കട്ടയുടെ ഉള്ളിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഒരൽപ്പം നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നെയ്യിന് പകരം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. പക്ഷേ നെയ്യിൽ ഇതൊന്ന് വറുത്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ്. അതുകൊണ്ടാണ് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരൽപ്പം നാളികേരമാണ് ചേർത്ത് കൊടുക്കുന്നത്. നാളികേരം ചെറുതായിട്ടൊന്ന് നമ്മൾ വറുത്തെടുക്കേണ്ടതുണ്ട്. ഇതിനെ നെയ്യിലൊന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇത് ചൂടാക്കിയെടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഇതിലേക്ക് ഒരു 5-6 ബദാം ചെറുതായിട്ട് മുറിച്ചതും അതോടൊപ്പം തന്നെ കുറച്ച് 3-4 ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഏലക്ക പൊടിച്ചത് ഇതിനൊരു നല്ല മണം കിട്ടാനും അതുപോലെ ബദാം അരിഞ്ഞിട്ടിരിക്കുന്നത് അതൊന്ന് ഇടയ്ക്കൊന്ന് കടിക്കും. അതിന് വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് അണ്ടിപ്പരിപ്പോ മുന്തിരിയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. ചെറുതായിട്ടൊന്നായി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമായ ശർക്കരയാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര ചേർക്കുന്നവർക്ക് അങ്ങനെയാവാം. ഞാനിവിടെ ശർക്കര പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ശർക്കര പൊടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കേണ്ടതുണ്ട്. ശർക്കര അച്ച് ആണ് കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ അതിനെ പാനിയാക്കിയിട്ട് ഒഴിക്കാം. ഇത് എൻ്റെ കയ്യിൽ അച്ചല്ല, ശർക്കരയാണുള്ളത്. അതുകൊണ്ട് ഞാൻ ഇവിടെ പൊടി അങ്ങനെ തന്നെ ചേർത്ത് കൊടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ശർക്കര ഒക്കെ ഒന്ന് ഉരുകി ഇതിലേക്ക് ചേരുന്നത് കാണാൻ സാധിക്കും. ഒരു 5 മിനിറ്റോളം ഇതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. കൊഴുക്കട്ട തയ്യാറാക്കുന്നതിലേക്ക് കയ്യിലേക്ക് നന്നായി കഴുകിയതിന് ശേഷം ഒരൽപ്പം നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ തടവി കൊടുക്കാം. എന്നിട്ട് നമുക്കിതിനെ കയ്യിൽ വെച്ചിട്ടാണ് ഒന്ന് ഉരുട്ടിയെടുക്കേണ്ടത്. ഇതിനെ ഒന്ന് പരത്തി കൊടുക്കണം. അതിനുശേഷം ഇതിൻ്റെ മധ്യത്തിലേക്കായിട്ടാണ് നമ്മൾ ഫില്ലിങ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇങ്ങനെ പരത്തി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മധ്യത്തിലേക്കായിട്ട് നമുക്ക് ആവശ്യമായ ഫില്ലിങ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ആവശ്യാനുസരണമാണ് ഫില്ലിങ് ചേർത്ത് കൊടുക്കേണ്ടതും ഇതിൻ്റെ വലിപ്പം തീരുമാനിക്കേണ്ടതും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. ചിലർക്ക് ഇതിലും വലുതാക്കി ഉണ്ടാക്കാൻ താല്പര്യം ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അതിനുശേഷം ഇതിനെ ഇങ്ങനെ പതുക്കെ നമ്മളൊന്ന്
മടക്കി കൊടുക്കണം. എന്നിട്ട് കയ്യിൽ വെച്ച് ഒന്ന് പതുക്കെ ഉരുട്ടി എടുക്കണം. അപ്പോൾ നമ്മുടെ കൊഴുക്കട്ട തയ്യാറാവും. ഇങ്ങനെ കൈ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഉരുട്ടിയെടുത്താൽ കൊഴുക്കട്ട ഇവിടെ റെഡിയാവും. നന്നായി ഒരുപാട് പ്രസ് ചെയ്യരുത്. പ്രസ് ചെയ്ത ഉള്ളിലുള്ള ഫില്ലിങ് പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. ഇതെല്ലാ ഭാഗവും ഒന്ന് ഈക്വൽ ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉരുട്ടി കൊടുക്കുന്നത്. നമ്മുടെ കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ഓരോ കൊഴുക്കട്ടയും നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അടുത്ത കൊഴുക്കട്ട തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ നമ്മളിതിനെ ഒന്ന് ഉരുട്ടി പരത്തി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നടുവിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. അതിന് ശേഷം ഇതിനെ ഒന്ന് ഇങ്ങനെ ഉരുട്ടി എടുക്കണം. അതിനുശേഷം ഇതിനൊന്ന് ബോളാക്കി എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ കൊഴുക്കട്ട എല്ലാം ഉരുട്ടി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കണം. ഒരു അപ്പച്ചെമ്പിലേക്ക് വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഇഡ്ഡലി ചെമ്പിലേക്ക് ആവി കയറ്റുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കൊഴുക്കട്ട വെച്ച് കൊടുക്കാം. ഒരു 10 മിനിറ്റോളം ആവി കയറ്റിയാൽ മതിയാകും. അപ്പോൾ നമ്മുടെ കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ടാകും കേട്ടോ. അപ്പോൾ നമ്മുടെ രുചികരമായ അതേസമയം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. അപ്പോൾ പുതിയൊരു രുചികരമായ വിഭവവുമായിട്ട് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.